ഹരിപ്പാട് കരുതലുച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പായസം ചലഞ്ച് നടത്തും. ചേപ്പാട് സ്വദേശിനിയായ 16-കാരിയെ സഹായിക്കുവാനാണ് ചലഞ്ച് നടത്തുന്നത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പായസം ചലഞ്ച് സംഘടിപ്പിക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിലാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് 12-ൽ താമസിക്കുന്ന 16 വയസ്സുകാരിയെ സഹായിക്കാൻ വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ദൈവസ്നേഹമുള്ളവൻ നൽകട്ടെ എന്ന ഒരു ആവശ്യവുമായി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ചേപ്പാട് ശ്രീധന്യം എന്ന വീട്ടിലെ ധന്യയുടെ ആവശ്യമായാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വിശ്വപ്രസാദ് സാറ്, പഞ്ചായത്ത് മെമ്പർ, ഈ ഗ്രാമപ്രദേശത്തുള്ളവർ, വീട്ടുകാർ ഒക്കെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ധന്യ എന്ന് പറയുന്ന +1 പഠിക്കുന്ന ചേപ്പാട് CKHS +1 പഠിക്കുന്ന സ്കൂളിൽ പഠിച്ചത് ഗേൾസ് ഹൈ സ്കൂൾ ഹരിപ്പാട്ടാണ്. മിടുക്കിയാണ് ധന്യയുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കേൾവിയില്ലാത്ത ഒരു ജന്മത്തിൽ 2.5 വയസ്സിൽ അതിന്റെ സർജറിയൊക്കെ നടത്തി. ഇപ്പോൾ പക്ഷേ അതിന്റെ പുറത്തു വെക്കുന്ന മിഷനറി, നമുക്ക് ചെവി കേൾക്കാൻ കഴിവുള്ളൊരു ശബ്ദത്തിന്റെ വില മനസ്സിലാവില്ല. കണ്ണ് കാണാൻ പറ്റുന്ന നമുക്ക് കാഴ്ചയുടെ മഹത്വം മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞങ്ങളൊക്കെ പല വീടുകളും ചെല്ലുമ്പോൾ മിടുക്കരായ കുഞ്ഞുങ്ങളൊക്കെ പല ഭിന്നശേഷിയിൽ വളരുമ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്നു എന്ന സന്തോഷത്തിലാണ് വീണ്ടും നിങ്ങൾ അടുത്ത് വരുന്നത്. ജില്ലാ കലോത്സവത്തിൽ ഭരതനാട്യത്തിൽ A ഗ്രേഡ് ആണ്. അത്തരത്തിൽ കലാവാസനയുള്ള ഒരു മകളാണ്. ഈ മകൾക്ക് 15 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തു നിൽക്കുന്ന ശ്രമണ സഹായി കേടായി. അതിന് 7.5 ലക്ഷം രൂപയോളം ചെലവ് വരും. അത് താങ്ങാൻ കഴിവുള്ളൊരു കുടുംബമല്ല. രണ്ടുപേരും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും, 2 കുഞ്ഞുങ്ങൾ വേറെയുണ്ട്. ഇത് ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതിലൊരു മോനും ഈ ചെവി കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടിൽ തന്നെയാണ് കഴിയുന്നത്. ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുവാൻ ഔട്ടത്തിണ്ടെന്ന് എന്ന് പറഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ SBIയുടെ മുമ്പിൽ ഞങ്ങൾ നല്ല സേമിയ പായസം ഉണ്ടാക്കി വരിക. ഈ ദിവസങ്ങളിലൊക്കെ സേമിയ പായസം, ഉണ്ണിയപ്പം ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾ അതിൽ പൈസ തരികയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. 7 ലക്ഷം രൂപ ഒന്നും ചിലപ്പോൾ ചലഞ്ചിൽ കിട്ടത്തില്ല. എന്നാൽ വീഡിയോയ്ക്കകത്ത് ഈ ധന്യയുടെ അമ്മയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ അതിൽ കാണിക്കും. നിങ്ങളാൽ ഒക്കുന്നത് ഈ ഓണത്തിനൊക്കെ ഒരുപാട് നാം ചെലവാക്കുന്നതാണ്. ആ ചെലവാക്കുന്നതിന്റെ ഏത് ചെറിയൊരു പങ്കൊന്ന് കുറച്ചാൽ കേൾക്കാൻ പറ്റുന്ന മക്കളുള്ള, കാണാൻ പറ്റുന്ന മക്കളുള്ള അമ്മമാരൊക്കെ നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ മക്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം വലിയൊരു സമ്പത്താണ്. ആ സമ്പത്തിന്റെ ചെറിയ പങ്ക് 100 ആയിരിക്കാം, 500 ആയിരിക്കാം, 1000 ആയിരിക്കാം. നിങ്ങൾ ഓണത്തിന് എന്ത് ചിലവാക്കുന്നോ, 2 കിലോ ഉപ്പേരി മേടിക്കുന്നവർ 1 കിലോ ഉപ്പേരി ഒന്ന് കുറച്ചാൽ ഈ മോളുടെ കേൾവി ശക്തി തിരിച്ചു കിട്ടുവാൻ ഒന്ന് സഹായിക്കാൻ പറ്റും. നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ദൈവസ്നേഹമുള്ളവൻ നൽകട്ടെ എന്ന ഒരു വലിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഔട്ടത്തിന്റെ അന്ന് 16-ാം തീയതി ഞങ്ങൾ എല്ലാവരും ഈ ടൗൺ ഹാൾ ജംഗ്ഷനിൽ SBIയുടെ മുമ്പിൽ ഞങ്ങൾ ധന്യയെ സഹായിക്കുവാനായി, ധന്യ ചേർത്ത് കിട്ടും. എന്റെ മകളെ പോലെ നമുക്കെല്ലാം മക്കളുള്ളവരാണ്. നിങ്ങളെല്ലാം സഹായിക്കണം. ധന്യയ്ക്ക് അടുത്ത മാസങ്ങളിൽ പെട്ടെന്നാണ് ഈ റെഡിമെയ്ഡ് കിട്ടുന്നതാണ്. ഇതിൽ വെച്ച് കഴിയുമ്പോൾ മറ്റൊരു ശബ്ദലോകത്തേക്ക് മാറുകയാണ്. ഇപ്പൊ താൽക്കാലികമായി ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ശ്രമണ സഹായിയാണ് വെച്ചിരിക്കുന്നത്. ഈ കേരളത്തിന് ചിലപ്പോൾ കലാരംഗത്ത് നമുക്ക് നല്ലൊരു പ്രതിഭയെ നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. ഈ കുടുംബത്തെ സഹായിക്കണം. ഷൺമുഖകുമാറിന്റെയും മഹേശ്വരിയുടെയും മകളായ 16 വയസ്സുള്ള ധന്യ S ജന്മന കേൾവിശക്തി തകരാർ ഉള്ള ആളാണ്. 15 വർഷം മാത്രം വാറന്റിയുള്ള കോക്ലിയർ ഇംപ്ലാന്റ് ഘടിപ്പിക്കുകയും തുടർന്ന് സ്പീച്ച് തെറാപ്പിയുടെ സഹായത്താൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് പ്രവർത്തനരഹിതമായിരിക്കുന്നു. പുതിയ ഉപകരണം ഘടിപ്പിക്കണമെങ്കിൽ ഏതാണ്ട് 7.32 ലക്ഷം രൂപ ചെലവ് വരും. ഈ തുക കണ്ടെത്തുവാൻ വേണ്ടിയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്നും ഷാജി കെ ഡേവിഡ് പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.